സാമ്പാറിനേക്കാളും നിറഞ്ഞു നിന്ന ആ രുചി എന്ന് പറയുന്നത് പച്ചടിയുടെ രുചിയാണ്. ഈ ഗ്രാമീണ റെസ്റ്റോറൻറ്റുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സന്തോഷം എന്ന് വെച്ചാൽ നമുക്ക് അവരുടെ കൂടെ നിന്ന് കാര്യങ്ങൾ കാണുകയും ചെയ്യാം, ചെയ്യുകയും ചെയ്യാം. ഇന്നലെ നമ്മൾ പാരഗണിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്നിപ്പം കോഴിക്കോട് തന്നെ കാളൂർ റോഡ്. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ അറിയാൻ തോന്നില്ല, കുറച്ചുകൂടെ ഒരു ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു സ്ഥലം. അവിടെ സാധാരണ ഒരു ചായക്കടയിൽ പുട്ടും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് തന്നെ കാണാം, അലമാരക്കകത്ത് വെച്ചിരിക്കുന്നത്. ഇനി അത് കഴിക്കാൻ പറ്റുവാണെങ്കിൽ രാവിലത്തെ പ്രഭാതഭക്ഷണമായി. വാ. ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു ചായക്കടയാണ്. അവരോട് അനുവാദം ചോദിച്ചിട്ട് നമ്മൾ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ കുശിനി സ്ഥലത്ത് പഴയ രീതിയിൽ നല്ല ട്രഡീഷണൽ രീതിയിൽ വിറകടുപ്പിലാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. രണ്ട് പൊറോട്ട ഉണ്ടാക്കുന്ന സീൻസാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ. പണ്ട് നമ്മുടെ നാടൻ ഹോട്ടലുകളിൽ എങ്ങനെയാണോ പൊറോട്ട ഉണ്ടാക്കുന്നത് അതുപോലെ പൊറോട്ട ഉണ്ടാക്കി ചുട്ടെടുത്തെടുക്കുകയാണ്. ആ കിച്ചൻ്റെ പുറത്ത് തന്നെ ചെറിയൊരു എക്സ്റ്റൻഷൻ എന്ന് വേണേൽ പറയാം, ഒരു എക്സ്റ്റൻഷൻ. അതിനകത്ത് ചെമ്മീൻ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. അതിൻ്റെ പുറത്ത് നമുക്ക് ഇത് മൊത്തം ഇട്ടേക്കട്ടെ. ഇത് അങ്ങിടാം. മല്ലിച്ചപ്പാണ്. അവരിടേണ്ടതാണ്, ഞാൻ അങ്ങ് എടുത്തിട്ടു. ഈ ഗ്രാമീണ റെസ്റ്റോറൻറ്റുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സന്തോഷം എന്ന് വെച്ചാൽ നമുക്ക് അവരുടെ കൂടെ നിന്ന് കാര്യങ്ങൾ കാണുകയും ചെയ്യാം, ചെയ്യുകയും ചെയ്യാം. കറിവേപ്പില ഇട്ടിട്ടുണ്ട് അവിടെ. ചേച്ചിമാരാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, പക്ഷെ അവർക്ക് ക്യാമറയിൽ വരാനായിട്ട് ഒരു ബുദ്ധിമുട്ട്, ഒരു ചമ്മല്. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് ചെയ്തു. ഇത് കുമാരേട്ടനാണ്. കുമാരേട്ടന് ഈ ക്യാമറയോട് ഷൈ ആണ്. കാരണം വെച്ചാൽ നമ്മുടെ സാധാരണ ഗ്രാമീണ ആൾക്കാരാണ്. ഈ പൊറോട്ട ഉണ്ടാക്കി അവിടെ ചുട്ടെടുക്കുന്നു. മുമ്പേ നമ്മൾ വന്നപ്പം ഇവിടെ പുട്ടിന് വേണ്ടിയിട്ട് വെള്ളം തിളയ്ക്കുന്നുണ്ടായിരുന്നു. ഇപ്പം മുളക്കൊറ്റി കയറ്റിയിട്ടുണ്ട്. അതിൽ പുട്ടുമുണ്ട്. ഇവിടെ രാവിലെയാണ് പുട്ടല്ലേ? രാവിലെ എത്ര മണി തൊട്ട്? രാവിലെ ഒരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. വെളുപ്പിനെ 5 മണിക്ക് സ്റ്റാർട്ട്. 5 മണി മുതൽ രാത്രി 8 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് പുട്ട്, ഫുൾ ടൈം പുട്ടല്ല, ചൂടുള്ള പുട്ട് ആണല്ലേ? രാവിലെ വെളുപ്പിനെ 5 മുതൽ വൈകുന്നേരം 8 മണി വരെ പുട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. അപ്പൊ പുട്ട് നമ്മുടെ ഒരു വീക്ക്നെസ് ആണ്. നമ്മുടെ മലയാളികൾക്ക് എപ്പോഴും പുട്ടുമാണ്. പുട്ടാണോ ഏറ്റവും കൂടുതൽ ഇവിടെ പോകുന്നത്? ഏറ്റവും കൂടുതൽ ശ്രീധരേട്ടന്റെ പുട്ടുകട തന്നെ അതിന് പറയാം. ആണോ? ശ്രീധരേട്ടന്റെ പുട്ടുകട. അപ്പോൾ ശ്രീധരേട്ടന്റെ പുട്ടുകട എന്ന പേരെനിക്കറിയില്ലായിരുന്നു കേട്ടോ. പേരൊന്നും നെയിം ബോർഡോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. ഇല്ല. ശ്രീധരൻ പുട്ടുകട എന്നുള്ള ആ ഒരു ഇതിലാണ് എല്ലാവരും ആരും അറിയപ്പെടുന്നത്. അപ്പൊ നമുക്കും പുട്ട് കഴിക്കല്ലേ? പുട്ടിന്റെ കൂടെ മീൻകറി ഉണ്ട്, അയില, ഐക്കൂറ, ചെമ്മീൻ, പിന്നെ പച്ചക്കറികൾ. ഈ മീറ്റ് ഐറ്റംസ് ഒന്നും ഇല്ല അല്ലേ? മീറ്റ് മട്ടൺ ഉണ്ട്, ആയിട്ടില്ല, റെഡി ആയിട്ടില്ല. ഓക്കെ, സാധാരണ ഉണ്ട്. മട്ടൺ ഉണ്ട്, മട്ടൺ ഇഷ്ടം. കടുക്ക. ഓക്കെ, നമുക്ക് മീൻകറി. കടുക്ക ആയിട്ടുണ്ടോ? ഇല്ല, കടുക്ക ആയിട്ടില്ല. നമുക്ക് മീൻകറി എന്തെങ്കിലും കൂട്ടി, അല്ലെന്നുണ്ടെങ്കിൽ ചെമ്മീൻ കൂട്ടി നമുക്ക് കഴിക്കാം. വാ. സാധാരണ ഒന്ന് കഴിക്കുന്നതാണോ? ഫുഡ് ഇഷ്ടമാണ്. ഇവിടെ ചേച്ചിമാര് വന്ന് കഴിക്കുന്നുണ്ട്, നമ്മളും കഴിക്കാൻ പോകണം. ഞാൻ പുട്ട് കഴിക്കുന്നു. ഏബിളിന് പൊറോട്ട വേണമെന്ന് പറഞ്ഞു. ഏബിള് പൊറോട്ടയുടെ ആളാണ്. അപ്പോൾ ഏബിള് പൊറോട്ടയും ഐക്കൂറയും കഴിക്കുന്നു, ഞാൻ പുട്ടും ചെമ്മീനും കഴിക്കുന്നു. അല്ലെങ്കിൽ ഇത് രണ്ടും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും, കുഴപ്പമില്ല. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പുട്ട് വരട്ടെ. ടേബിളിന് ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പൊറോട്ട ഒരു സ്വല്പം താമസിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ തണുത്തു പോകില്ലേ. പൊറോട്ട നല്ല ചൂടോടെ കഴിച്ചാലേ ഒരു സുഖമുള്ളൂ. അയക്കൂറയുടെ ചാറുണ്ട്, മീൻ ചാറ്. അയക്കൂറ കഷ്ണം ഏബിളിന് വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. കഷ്ണവും ചാറും മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ സ്വല്പം ചാറ് ഇതിൻ്റെ മേളിലോട്ട് ഒഴിച്ചു, പുട്ടിൻ്റെ മേളിൽ. നമുക്കൊരു സ്വല്പം അയക്കൂറയുടെ കഷ്ണം മുറിച്ച് അതുകൂടെ സൈഡിൽ വെക്കാം, ഒന്ന് രുചി നോക്കാനായിട്ട്.
അത് കഴിച്ചതിന് ശേഷം നമുക്ക് ചെമ്മീനയിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ പുട്ട്, നല്ല ചൂട് പുട്ട്, അത് ആ മീൻ ചാറിൽ ഒന്ന് കുഴച്ച്, ഒന്ന് പൊടിച്ച് കുഴച്ച്, മീനൊന്നും എടുക്കുന്നില്ല, മീൻ ചാറും പുട്ടും മാത്രം നമുക്കത് ഇങ്ങനെ കയ്യിൽ. ഇത് കൊടംപുളിയുടെ പുളിയല്ല, തക്കാളിയുടെ പുളിയാണ്. തക്കാളി ഒരു വ്യത്യസ്തമായ പുളിയല്ലേ, കൊള്ളാം. ഭയങ്കര എരിവൊന്നുമില്ല, ചെറിയ തോതിൽ എരിവ്. ഞാനൊരു ലേശം മീൻചാറും കൂടെ ഒഴിക്കുകയാണ്. മീൻചാറ് ഉണ്ടെങ്കിൽ നമ്മുടെ പുട്ടിൻ്റെ രുചി ഡബിളാണ്. ഇനിയിപ്പം അയക്കൂറുടെ ദശ ഇതാ, ഇത് കണ്ടോ, രുചി നോക്കാൻ വേണ്ടി മാത്രം. പൊടിയും എരിവും പിടിച്ചിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഫ്ലഷുമാണ്. അയക്കൂറയ്ക്കൊരു പ്രത്യേക രുചിയല്ല, അതൊരു പ്രത്യേക രുചി തന്നെയാണ്. അതെ, എന്നോട് ആരോ ഒരാൾ കമൻറ്റിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഈ വിരലിങ്ങനെ നീണ്ടു നിൽക്കരുത് ഭക്ഷണം ഫുഡ് കഴിക്കാൻ നേരത്തെ പറഞ്ഞു. അപ്പം ഞാൻ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അറിയാതെ നീണ്ടുപോകും, എന്നാലും ഞാൻ ശ്രമിക്കുകയാണ്. ഇവിടെ വിറകിലാണ് പാചകം. അപ്പം അടുക്കളയിൽ കുറേയേറെ കരിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അത് വിറകിൽ നിന്ന് വരുന്ന പുകയാണ്, വൃത്തികേടായിട്ട് കിടക്കുന്നതല്ല. ആൾക്കാരും തെറ്റിദ്ധരിക്കല്ല. ചെറിയൊരു ചായക്കട, സാധാരണക്കാരി ഗ്രാമീണ ഇതിന് ചുറ്റുവട്ടത്തുള്ളവരാണ് കൂടുതലായിട്ട് ഇവിടെ വരുന്നത്. ഞാനും അവരുടെ കൂടെ അങ്ങ് കൂടി. ഇനിയിപ്പോൾ നമുക്ക് ചെമ്മീനെ പിടിക്കാം. ഇതാ, മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും നമ്മൾ തന്നെയാണ് ചേർത്തത്. മസാലയൊക്കെ ചേച്ചിമാർ നേരത്തെ തന്നെ ചേർത്തിരുന്നു. ചേച്ചിമാരല്ല, ഇവിടുത്തെ അമ്മയാണ് ചെയ്യുന്നത്. നമുക്ക് ആ ചെമ്മീൻ്റെ ചാറിൽ തന്നെ പുട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അവിടെ പുട്ടിനെ നിർത്തി നമ്മൾ ചെമ്മീനെ പിടിക്കാം. ചെമ്മീൻ്റെ തല മാത്രം അങ്ങോട്ട്, ഇത്രയേ ഉള്ളൂ തലയെന്ന് പറയുന്നത്, അതങ്ങോട്ട് മാറ്റിയിട്ട് ചെമ്മീൻ്റെ കഷ്ണം ഇങ്ങനെ ഇത് കിടുവാണ്. ഉപ്പ്, കറിവേപ്പിലയും സവോളയും മുളകും എല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് കഴിക്കണം. ഗ്രാമീണ രുചി എന്ന് പറയുന്നത് ഒരു ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നില്ല. നമ്മൾ ഉച്ചഭക്ഷണം കൂടെ ഏതെങ്കിലും ഒരു വില്ലേജ് ഫുഡും ഒക്കെ കഴിച്ച് തീർക്കാം, അല്ലേ? അപ്പോൾ ഇത് കഴിഞ്ഞ് അന്നേരം അടുത്ത ഉച്ചഭക്ഷണത്തിൻ്റെ പരിപാടിക്കാണ് പോകുന്നത്. നമ്മളങ്ങനെ കോഴിക്കോട് ടൗണിൽ നിന്ന് ഇച്ചിരി മാറി, കുറച്ചേറെ മാറി, നമ്മൾ വയനാട് പോകുന്ന റൂട്ടിലാണ്. താമരശ്ശേരി ടൗൺ കഴിഞ്ഞ് ഒരു ചെറിയൊരു കടയുണ്ട്. അവിടെ ഊണ് കിട്ടുന്ന 12 മണി മുതലാണ്. പക്ഷേ നമ്മളിപ്പം വരുമ്പം 12:45. അതുകൊണ്ട് പാചകം സാധാരണ കിട്ടാൻ സാധ്യതയില്ല. നമുക്ക് ഏതായാലും പോയി നോക്കാം. പാചകം ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഊണ് കഴിച്ച് സന്തോഷമായിട്ട് പോരാം. അങ്ങനെ നമ്മൾ ഊണ് സ്ഥലത്തെത്തി. ഇതിന് തൊട്ടടുത്ത് തന്നെ ഇവിടെ ഫുട്ബോൾ കളി നടക്കുന്നുണ്ട്. അവരുടെ ഫുട്ബോൾ കളി തീർന്നു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ആളായിരിക്കും. അതിന് മുമ്പ് നമ്മൾ പോയി കഴിക്കണം. അങ്ങനെ ഫുട്ബോൾ കളി ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നു. നമുക്ക് ഊണ് തകൃതിയാക്കാം. പാചകം കഴിഞ്ഞു. ഊണ് എത്ര മണി വരെ ഉണ്ടാവും? 12 മണി. 12 മുതൽ 3-3:30 വരെ കാണത്തുള്ളൂ ഊണ്. അതിന് മുമ്പ് വന്നോണം. പാചകം ഓൾറെഡി കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് പാചകത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. നമുക്ക് ഉണ്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയാം. ഇലയിലുള്ള ഊണാണ് എൻ്റെ പച്ചടി, അല്ലേ? അപ്പോൾ നമ്മുടെ ഇലയിലും ഊണൊക്കെ വിളമ്പിയിട്ടുണ്ട്. പപ്പടം മുതലുണ്ട്. ഇവിടെ പപ്പടമുണ്ട്,
പച്ചടി ഉണ്ട്, അതുപോലെ തന്നെ ബീൻസ്. ഇപ്പുറത്ത് ഇങ്ങോട്ട് വന്നാൽ നാരങ്ങ അച്ചാർ, പുളി ഇഞ്ചി, കാന്താരി ചതച്ചത്. ഇപ്പം ഇവിടെ മോരുണ്ട്, പച്ചമോര്. ഇങ്ങോട്ട് വന്നാൽ കേദർ മീൻ വറുത്തത്, അത് സ്പെഷ്യലാണ്. ഇവിടെ മീൻചാറുണ്ട്, ഇപ്പുറത്ത് സാമ്പാറുണ്ട്. ഷെബീർ കേദറല്ല, മാന്തളാണ് മേടിച്ചത്, വലിയ മാന്തൾ വറുത്തത്. അപ്പോൾ നമുക്ക് സാമ്പാറും പപ്പടവും കൂടെ കൂട്ടി അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ സാമ്പാറും പപ്പടം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ഒരു സ്വല്പം പച്ചടിയും പച്ചമുളകും എല്ലാം കൂടെ കൂട്ടി ഇതാ ഇങ്ങനെ. സാമ്പാറിനേക്കാളും നിറഞ്ഞു നിന്ന ആ രുചി എന്ന് പറയുന്നത് പച്ചടിയുടെ രുചിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ തൈര് ചേർത്തിട്ടുള്ളതുകൊണ്ട് ആ രുചി പെട്ടെന്ന് നമ്മുടെ നാവിൽ വരും. അതുകൂടാതെ സാമ്പാറും പപ്പടം കൂടെ മാത്രം കുഴച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രുചിയും കിട്ടും. ഇതാ ഇതുപോലെ അധികം കായം ചേർക്കാത്ത സാമ്പാർ. ആ നാരങ്ങയുടെ കഷ്ണം കൂടെ കൂട്ടി ഇതുപോലെ അച്ചാറിങ്ങനെ ലേശം നാരങ്ങയുടെ കഷ്ണവും ആ അച്ചാറിൻ്റെ ചാറും എല്ലാം കൂടെ ആ ചോറിനകത്ത് മിക്സ് ചെയ്ത് നാരങ്ങ അച്ചാർ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ നാരങ്ങ അച്ചാറിൻ്റെ ആ പുളിയും എരിവും ഉപ്പും എല്ലാം കൂടെ കൂടി സാമ്പാറിൻ്റെ രുചിയും പപ്പടത്തിൻ്റെ ആ ഉപ്പും എല്ലാം കൂടെ കൂടി അടിപൊളി. അല്ല അത് പുറമേ നല്ല മുരുമുരയാണ്. അല്ലേ. ഇനിയിപ്പോൾ പുളിയിഞ്ചി എന്താ ഇത് കണ്ടോ, ഇത് പുളിയിഞ്ചി. ലേശം പുളിയും ലേശം മധുരവും ചെറിയ തോതിൽ ആ ഉപ്പും മധുരവും കൂടെ ഒക്കെ കൂടി കൊള്ളാം. എരിവുണ്ട് ചെറുതായിട്ട്. ഇനി കഴിക്കേണ്ട ഒരു പ്രത്യേക ഐറ്റമുണ്ട്, അത് കാന്താരി ചമ്മന്തിയാണ്. ഇതാണ് കാന്താരി ചമ്മന്തി. ഇതാണ് കാന്താരിക്ക് എരിവുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ട്. നല്ല വെടിച്ചിലെരു. നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം വയനാട്ടിൽ നിന്ന് സ്പീഡ് ചമ്മന്തി കഴിച്ചിരുന്നു, അത് കാന്താരിയൊക്കെ ചേർത്ത്. അതും ഏകദേശം ഇതുപോലല്ല, ഇതിൻ്റെ രുചി വേറെയാണ്. കാന്താരി കഴിച്ചിട്ട് അധികം എരിവെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മോരൊരു സ്വല്പം നമുക്കിങ്ങനെ ഇത് കൊള്ളാം. മുളകൊക്കെ അരച്ച് നല്ലൊരു രുചിയാണ്. നമ്മൾ മീൻ വറുത്തത് ഇതുവരെ തൊട്ടിട്ടില്ല, കാരണം മീൻകറി കൂട്ടി കഴിക്കുമ്പോൾ മീൻ വറുത്തതിൽ പിടിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം മീൻകറിയുടെ ഊഴമാണ്, ആ കൂടെ മീൻ വറുത്തതും കഴിക്കാം. അതിൻ്റെ കൂടെ ഇതാണ് മീൻ വറുത്തതിൻ്റെ ഒരു കഷ്ണം. ചെറിയ കഷ്ണമാണ്, വീതി കുറഞ്ഞ് ചെറിയൊരു കഷ്ണം. ഒരു സ്വല്പം മീനിൻ്റെ കഷ്ണം ഇങ്ങനെ നമുക്ക് പൊട്ടിച്ചെടുത്തിട്ട് ഇതുപോലെ നല്ല ദശയ്ക്ക് കട്ടിയുള്ള മീൻ. ചെറിയൊരു പുളിയുണ്ട്, അത് ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒത്തിരി മസാലയല്ല, ആവശ്യത്തിന് മസാല, ഉപ്പും. ഈ ഷബീർ പറഞ്ഞ പോലെ അങ്ങനെ ഡീപ്പ് ഫ്രൈ ആയിട്ട് പോയിട്ടില്ല, ആവശ്യത്തിന്. ദശയ്ക്ക് നല്ല കട്ടിയുള്ള മീനാണ്. ഷബീർ സ്വല്പം മാന്തലിൻ്റെ ദശ വന്നു, നമുക്ക് അതും കൂടെ കഴിച്ചു നോക്കാം. മാന്തലിന് ഒത്തിരി ദശയുള്ള മീനല്ല, പക്ഷേ സോഫ്റ്റ് ആണ്, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു മീനാണ്. എനിക്ക് അതിലും ഇഷ്ടപ്പെട്ടത് ഇതാണ്. എനിക്ക് ഈ മീനാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അതെനിക്ക് ഈ തുണ്ടൻ മീനോട് താല്പര്യമുള്ളതുകൊണ്ടായിരിക്കും. കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഡിഷിൽ കാന്താരിയാണോ അതോ പുളിഞ്ചാണോ? അത് കൺഫ്യൂഷൻ ഉണ്ടാവും. രണ്ടും എനിക്ക് ഇഷ്ടമാണ്. പുളിക്ക് നല്ലൊരു പുളിയുണ്ട്, കാന്താരിക്ക് നല്ല എരിവ്. മീൻ കറി കഴിച്ചോ? താങ്ക്സ്. പക്ഷേ കാന്താരിക്ക് നല്ല എരിവ്. അത് ഒരിക്കലും എരിവും പുളിയല്ല എനിക്കിഷ്ടമാണ്.
അപ്പോൾ കോഴിക്കോടിൻ്റെ ഗ്രാമീണ രുചികളുമായിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. 2 സ്ഥലങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തു. ഇനി പുതിയ പുതിയ വീഡിയോകൾ ഉടനെ തന്നെ വരുന്നതാണ്. സന്തോഷമായിട്ടിരിക്കുക, ചിരിക്കുക എന്ന് ഞങ്ങളോട് ഉണ്ടാവാം. തൽക്കാലത്തേക്ക് ബൈ.